വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇവിടെ ഇന്നത്തെ വീഡിയോ ബാക്ക് ടു സ്കൂൾ സർപ്രൈസ് ഹാൾ. ഇത് പറയാൻ കുറച്ച് പണിയാണ്. ഇത് എത്രാമത്തെ ടേക്കാന്ന് എനിക്ക് പോലും ഓർമ്മയില്ല. നമ്മൾ അതാണെന്ന് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ വില്ലൻ്റെ ജാടയാണ് സൺസെറ്റ് ലാമ്പ് കണ്ണു കുത്തുന്നത്. ഇത് ഇവർക്ക് ഇങ്ങനെ നോക്കിയാൽ പിന്നെ ഇടയിൽ നോക്കുമ്പോൾ ഇതിൻ്റെ വെളിച്ചെത്തി നോക്കാം. ഇതിൻ്റെ പകുതി റെഡും പകുതി ഇതൊക്കെ ആയിരിക്കും. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇത് ഏറെ തുടങ്ങണമെങ്കിൽ ഒരു ഐഡിയയില്ല. ഞാൻ മൊത്തം മെസ്സായിട്ട് എന്തൊക്കെ ആക്കിയതാണ് ഞാൻ ചെയ്ത്. അവിടെ ഞാൻ മൊത്തം ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലോർ കാണാൻ കുറച്ച് ഇത് കണ്ടേ വെച്ചിട്ട് ഫ്ലോറൊന്നും കാണില്ല എന്തായാലും. ഓക്കെ, അപ്പം നമ്മുടെ ഇപ്പം ഏഴിന് തുടങ്ങാം. ഞാൻ പറഞ്ഞല്ലോ ഒന്നും എനിക്കറിയില്ല ഇതിൽ. പിന്നെ ഞാനിത് ഷോപ്പിംഗ് വീഡിയോ എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഷോപ്പ് ചെയ്യാൻ മാത്രമൊന്നുമില്ല. അതെന്താ വെച്ചാൽ പകുതി സാധനങ്ങൾ, കുറച്ച് സാധനങ്ങൾ ഞാൻ കുറച്ച് മുന്നേ വാങ്ങിച്ച്, കുറച്ച് സാധനങ്ങൾ ഇതിൻ്റെ അടുത്തുള്ള കഴിഞ്ഞ കൊല്ലം തന്നെ, കുറച്ച് സാധനങ്ങൾ പുതിയ ഇന്നലെ വാങ്ങിയത്. അങ്ങനെയൊക്കെയാണ്. ഞാൻ ഇന്നലെ വീഡിയോ എടുക്കാൻ വിചാരിച്ചിരുന്നു, പക്ഷെ എടുത്തില്ല, മടി. ഞാൻ ഇത് എത്രാം തീയതി, അന്ന് 17-ാം തീയതി. ഈ വീഡിയോ ചിലപ്പോൾ 20-ാം തീയതി ആയിരിക്കും വീഡിയോ, അപ്പോൾ അറിയാൻ പറ്റില്ല. ഞാൻ നാളെ എത്തിയാൽ തന്നെ എനിക്ക് വേണം ഒരു ദിവസം. മടി, വേറൊന്നുമില്ല, മടി, എക്സെറ്റ് മടി. അപ്പോൾ നമുക്കിനി മെയിൻ വീഡിയോയിലോട്ട് പോവാം. ഇത് പിന്നെ ഒരു ബിഗ് വീഡിയോ ആക്കേണ്ട ഇതൊന്നും അല്ല, കാരണം അത്ര സാധനങ്ങളൊന്നുമില്ല. ഷോർട്സ് പിന്നെ നമുക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റില്ലല്ലോ. ഒരു സാധനത്തിന് അങ്ങനെ വേഗം ചടപ്പുറേന്ന് പറഞ്ഞ് പോകണമല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ ഇങ്ങനെ ആയിട്ടും. എൻ്റെ പഴയ ചാനലാണെങ്കിലും പുതിയ ചാനലാണെങ്കിൽ ബിഗ് വീഡിയോ വളരെ കുറവാണ്. പഴയ ചാനലൊന്നും ഇല്ല, ഇത് പിന്നെ കുറച്ച് ഇങ്ങനെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ അവിടെ ഒരു അടിപൊളി വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷെ ആ വീഡിയോ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ട് എഡിറ്റ് ചെയ്യണം, കുറച്ച് പണിയാണ്. അപ്പോൾ അടുത്ത കാലത്തൊന്നും നിങ്ങളത് പ്രതീക്ഷിക്കേണ്ട, ഞാനാണ് ആള്. അപ്പോൾ ഇനി എന്തായാലും ലാഗാക്കില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ നമുക്ക് എന്തായാലും മെയിൻ സംഭവം ബാഗിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത്രയും വരുമ്പോഴത്തേന് എൻ്റെ ശ്വാസം പറ്റും. ഷോ ആണ് കേട്ടോ, നല്ലതാണ്. ഈ ഒരു ടംബ്ലർ, ലൈഫ് ഈസ് ഫുൾ ഓഫ് സൺഷൈൻ. നിങ്ങൾക്കൊക്കെ അറിയണമായിരിക്കും, ഒരു ട്രെൻഡിങ് ടംബ്ലറാണ് ഇത്. പ്രൊമോഷൻ ഒന്നുമല്ല, പൈസ എടുത്ത് വാങ്ങിയ സാധനമാണ്. അപ്പം ഇതിൻ്റെ ലിങ്ക് ഇതായിട്ടൊരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഭയങ്കര കുഞ്ഞാണ് ആള്. ഇതാർക്കെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, ഓർമ്മൻ്റെ ലിങ്ക് കൊടുക്കാം. ഞാനാണ് ആള്. അങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. അയാൾ എന്തായാലും ബാഗിലോട്ട് പോയി. ഞാൻ ഇക്കൊല്ലം ഞാൻ എന്തായാലും ഉറപ്പിച്ചു ഞാൻ ബാഗ് വാങ്ങണ്ടേ 3 കള്ളിയുള്ള ബ്ലാക്ക് ബാഗേ വാങ്ങുള്ളൂ എന്ന് പറയണം. ഒക്കെ നേരെ തലകുത്തനായതുകൊണ്ട്. കാരണം 3 കള്ളിയുള്ള വാങ്ങാത്തുണ്ട്. ആ 3 കള്ളിയുള്ള വാങ്ങണമെന്ന് വെച്ചാൽ ഇതിൻ്റെ കഴിഞ്ഞല്ല ബാഗിന് 8 കള്ളി. അപ്പം മുടിഞ്ഞ വെയിറ്റ്, എന്തൊരു വെയിറ്റാണെന്നറിയാം ബാഗിന്. അതാണ് കള്ളി കൂടുമ്പോൾ എല്ലാ കള്ളിയിലൊക്കെ ഇങ്ങനെ കുത്തി മാറ്റണം. അതിൽ പോലെയുള്ള പകുതി സാധനങ്ങളും ആ ബാഗിലിടാം, അക്ഷയപാത്രം പോലെ ഇങ്ങനെ ഇടണം. അപ്പോൾ 3 കള്ളിയാകുമ്പോൾ ഒന്നിൽ ബുക്സ്, ഒന്നിൽ ലഞ്ച് ബോക്സ്, അതൊക്കെ ഒന്നിൽ. പിന്നെ അല്ലാത്ത അൽക്കുലത്തെ സാധനങ്ങളൊക്കെ ചെറിയ കള്ളിയുള്ളൂ. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അതിൻ്റെ ഉമ്മയും പാപ്പയല്ലാതെ എല്ലാവരും ഈ ബാഗിൻ്റെ അകത്ത് ഉണ്ടാവും. അവിടെയാണ് 3 കള്ളി വാങ്ങി. പിന്നെ ബ്ലാക്ക് എപ്പോഴും നല്ലൊരു ഇതാണല്ലോ എന്ന് ചോദിച്ചാൽ, പക്ഷെ ബ്ലാക്ക് അവിടെ ഒരു കുന്തമില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി രസമുള്ളതൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റെ ടൈപ്പിനുള്ള ഒരു സാധനങ്ങളും ഇല്ല. 3 കള്ളിയുള്ളൂ കേട്ടോ. അപ്പം ബ്ലാക്ക് പിന്നെ ഉള്ളൊക്കെ 3 കള്ളിയുള്ളിൽ വൈറ്റ് ഏടെങ്കിലും ഒക്കെ ഉണ്ട്. വൈറ്റൊക്കെ തൊടാൻ പറ്റില്ല. ഇതിലും റൈറ്റിങ് വൈറ്റാണ്, എന്നാലും നൈസ് റൈറ്റിംഗ് ആണ്. കുഴപ്പമില്ല. അത് നൂലാണ്, സ്റ്റിച്ചാണ്. അപ്പം കുഴപ്പമില്ല. അപ്പം എന്തായാലും പറഞ്ഞ് നീട്ടില്ല, അതാ പറഞ്ഞു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണം, അപ്പോൾ ഷോർട്സിൽ ഒതുങ്ങില്ല. പിന്നെ ഞാൻ എത്രയോ മുന്നേ ഇതൊക്കെ ഷോപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ തമ്മിലൊക്കെ സെറ്റാക്കി വെച്ചതാണ്. അപ്പം നമ്മൾ എന്തായാലും ബാഗ് കാണാം. 3, 2, 1. ഇതാണ് എൻ്റെ ബാഗ്. എൻ്റെ ക്ലാസ് ടൈപ്പ് കണ്ടോളൂ. ഇതാണ് എൻ്റെ ബാഗ്. ആണോ, ഗുഡ് ലക്ക് എന്ന് പറയുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞിക്കള്ളി, അരിപ്പത്തെ സാധനങ്ങൾക്കുള്ള കുഞ്ഞിക്കള്ളി. ഇതെങ്ങനെ വെച്ചാൽ പറഞ്ഞുതരാം. ഇത് ഒരു കുഞ്ഞിക്കള്ളി ഇവിടെ അങ്ങനെ ഉണ്ട്. നല്ലൊരു ഗ്രീൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു ഗ്രീൻ കണ്ടോ. ഇതിൻ്റെ ഒപ്പം ഒരു ബാക്ക് പിൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് പൊട്ടി. എൻ്റെ അടുത്ത് ഈ ബാഗ് ഒന്ന് താഴെ വീണിട്ട് കിട്ടിയത്, അതിലത് പൊട്ടിപ്പോയി. ഞാൻ തന്നെ നശിപ്പിച്ചതാണ്. അപ്പോൾ പിന്നെ ഞാനത് എടുത്തില്ല. പിന്നെ ഇത് നമ്മുടെ അൽക്കുലത്തെ സാധനങ്ങൾ, ജോമെട്രി ബോക്സ്, അതൊക്കെ കൊള്ളിക്കാൻ. പിന്നെ ഇത് നമ്മുടെ നടുവത്തെ കള്ളി, നമ്മുടെ ലെൻസിനെ ഒക്കെ ഉള്ളത്. ഈ ബാഗിന് 675 ലെൻസിനൊക്കെ ഉള്ള ഒരു കള്ളി. പിന്നെ 3 കള്ളി ഞാൻ പറഞ്ഞ 3 സിബാട്ടോ, അല്ലാണ്ട് കുറച്ചുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ബുക്സ് വെക്കുന്ന കള്ളി. ഇതിൻ്റെ ഉള്ളിൽ ഒന്നുകൂടി ഉണ്ട്, ഒരു അറയും കൂടി ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഫയൽ ടൈപ്പ് സാധനങ്ങൾക്ക് വെക്കാൻ. ഇതിൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ബാഗിനുണ്ടെങ്കിൽ, പക്ഷേ അതിനുള്ളത്തേൽ സിബുണ്ട്, ഇനി സിബില്ല. ഇതിൻ്റെ ഏതൊക്കെ ബാഗിനുണ്ട്. അപ്പം അതാണ് 3 കള്ളി. ബട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഒരു കള്ളിയും പിന്നെ ഇതും രണ്ടും കൂടി കൂട്ടി 6 എണ്ണം ഉണ്ട്. ഒക്കെ കൂട്ടി 6 എണ്ണം ഉണ്ട്. പക്ഷെ സിബ് 3 എണ്ണേ ഉള്ളൂ. ഞാൻ ഇതിലൊന്നും ഒരു സാധനങ്ങളും ഞാൻ എത്രയും കാലമായിട്ട് വെച്ചില്ല ഇതുവരെയുള്ള ബാഗ്സിൽ. പിന്നെ മീൻസ് കോട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. വാട്ടർ ബോട്ടിലൊന്നും അതിൽ വെക്കാൻ തന്നെയല്ല. നമ്മുടെ ബാഗ് കഴിയില്ല.
എനിക്ക് ഇതിൻ്റെ കുത്തു ഇല്ലാത്ത വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ കിട്ടിയില്ല. പിന്നെ കിട്ടിയ അഡ്ജസ്റ്റ് പക്ഷെ കിട്ടിയ അടിപൊളിയാകാം. ഇഷ്ടമായിരുന്നു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത നമ്മൾ എങ്ങോട്ട് പോകണു? അടുത്ത അമ്മയ്ക്ക് എൻ്റെ ഫേവറേറ്റ് സാധനമായ ഞാൻ എടുത്ത് അധിക സാധനങ്ങൾ പച്ച ബാഗ് വെച്ചാൽ, കുപ്പി വെച്ചാൽ, പൗച്ച് വെച്ചാൽ, പിന്നെ എന്താ വെച്ചുള്ളത്, കീച്ചെയിൻ മഞ്ഞ പോലത്തെ പച്ച പോലത്തെ മഞ്ഞ എൻ്റെ സാധനം. അപ്പോൾ നമ്മൾ അടുത്ത് എൻ്റെ ഫേവറേറ്റ് സാധനമായ പൗച്ചിലേക്ക് വരാം. ഇതാണ് നമ്മുടെ പൗച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടൊരു സാധനം കേട്ടോ. അത് എന്തോ നല്ല രസമല്ലേ ഇത് കാണാൻ. ഞാൻ എന്നോ നോട്ടച്ചാണ്, കഴിഞ്ഞ സ്കൂൾ പൂട്ടി അന്നപ്പോൾ ഞാൻ നോട്ടച്ച സാധനമാണ്. ആരും എടുത്തുണ്ടോ ഇല്ല ഭാഗ്യത്തിന്. ഇവിടെ ഒരു നല്ല ക്യൂട്ട് ബാക്ക് പിന്നും ഉണ്ട്. ഇനി നമ്മളെന്താ പേരിടുക? കുഞ്ഞിക്കുരു വേണ്ട, നമ്മൾ എന്തെങ്കിലുമൊക്കെ അലിച്ചിടാം. അല്ലെങ്കിൽ വീഡിയോയിൽ ഈ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. കമൻറ്റ് ചെയ്യാൻ കഴിയില്ല. മെയ്ഡ് ഫോർ കിഡ്സ് ആക്കണോണ്ട് കമൻറ്റ് ഓഫ് ആയിരിക്കും. മെയ്ഡ് ഫോർ കിഡ്സ് ആക്കിയില്ല യൂട്യൂബ് ഒഴിവാക്കും. എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ചാനലൊക്കെ അങ്ങനെ ആയതാണ്. കഴിഞ്ഞ കൊല്ലത്തല്ല, കഴിഞ്ഞ ചാനൽ. ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്, നമുക്കിങ്ങനെ പിന്നെ മെസ്സിലൊക്കെ ഇട്ടിട്ട് കയ്യിലിട്ട് അങ്ങനെ നടന്നു പോകുക. അങ്ങനെ ആരും നടക്കൂല, എന്നാലും അങ്ങനെ നടന്നു പോകണം. അല്ല പോകില്ല, എന്നാലും പിന്നെ ആട്ടെ. പിന്നെ ഞാൻ എപ്പോഴും സിബ് മേലെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ നോർമൽ സിബായിട്ടല്ലോ, അതിലിങ്ങനെ നമ്മൾ കാണിച്ചു തരാം. കീച്ചെയിൻ ഇപ്പം കാണിക്കില്ല. കീച്ചെയിൻ്റെ ഈ റിങ്ങില്ലേ, ആ റിങ് മാത്രം ഞാൻ എപ്പോഴും ഉണ്ട് എല്ലാ പൗച്ചിലും. അപ്പോൾ ഈ പൗച്ച് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇതിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടൊരു റിങ് ഉണ്ട്. എനിക്ക് ആ റിങ് കിട്ടിയിൽ എന്തോ ഒരു ഇതാണ് കണ്ടൊരു അറ്റാച്ച്ഡ് ആയ റിങ് ഉണ്ട്. സിബിന് വരെ റിങ്ങാണ്. അല്ല, സിബ് മീൻസ് സിബിൻ്റെ ആ ഒരു നീണ്ട സാധനം അല്ലാണ്ട് ഇത് ഞാൻ കാണിച്ചതാ. ഇങ്ങനെയാണ് നമ്പർ ഓൺലി ഹാപ്പിയുടെ ഫണ്ണി ബിയർ എന്നൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു പൗച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സാധനമാണ്. ഗ്രീൻ, നോട്ട് പോയിൻ ഗ്രീൻ. അടുത്തൊന്നല്ല, നമ്മൾ അടുത്ത ഗ്രീനിലേക്ക് തന്നെ വരാം. കുപ്പിൻ്റെ കഴിഞ്ഞ കൊല്ലത്താണ്. എന്താ വെച്ചാൽ ഞാൻ എല്ലാ കൊല്ലം മുടക്കാണ്ടാണ് സാധനമാണ് പൗച്ചും കുപ്പിയും. ഇപ്പോൾ ഞാൻ കുപ്പി വാങ്ങിയില്ല, കാരണം കഴിഞ്ഞ കൊല്ലൻ്റെ മൂന്നാമത്തെ കുപ്പി അതൊരു റീസണ്. പിന്നെ ഈ കുപ്പിക്ക് അത്ര ഇഷ്ടപ്പെട്ട സാധനം. നമ്മൾ പീട്ടിക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഈ കുപ്പി കൊണ്ടുപോകില്ല. എന്താണെന്ന് വെച്ചാൽ കുപ്പി പൊട്ടിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് അത്രയ്ക്ക് ഇഷ്ടം. പക്ഷേ ഈ കൊല്ലം തന്നെ ഞാൻ അങ്ങനെ ഒന്നും കാട്ടില്ല. എന്ന് വെച്ചാൽ റിഞ്ഞ് പൊട്ടിക്കൊന്നുമില്ല, ശ്രദ്ധിക്കും. എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ നല്ല കുപ്പി ഞാൻ ഫോണിൽ ചാർജ് ഇല്ല, അപ്പോൾ നമുക്ക് വേഗം എടുക്കണം, അല്ലെങ്കിൽ ചാർജ് കയറി പിന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ ഞാനായിട്ട് പൊട്ടിച്ചാണ് ബാഗ് തള്ളിയിട്ടിട്ട് പിന്നെ വേറൊരു കുപ്പി വാങ്ങി. അത് വാങ്ങിയതേ ലീക്കുള്ളൊരു കുപ്പി. പിന്നെ ഇതാണ് വാങ്ങി, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കാണിച്ചത്. ഇത് ഗ്രീനാട്ടോ, മേടിക്കാം. 3, 2, 1. ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് അറിയില്ല. ഇത് കളർ കുറച്ച് ഡള്ളായിണേ, കഴിഞ്ഞ കൊല്ലം യൂസ് ചെയ്താണല്ലോ. അപ്പം കുറച്ച് കഴിഞ്ഞ കൊല്ലം പകുതി തൊട്ട് യൂസ് ചെയ്തോ. കുറച്ച് ഡള്ളായ അതുകൊണ്ടാണ്. നല്ല കുപ്പിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. നല്ല രസമല്ല, നിങ്ങൾക്ക് ഇത് എത്ര ഇഷ്ടപ്പെട്ട് എനിക്കറിയില്ല. ഇതിങ്ങനെ എടുത്തിട്ട് കപ്പല. പിന്നെ ഇത് ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ എടുക്കാം, നമുക്ക് അങ്ങനെ കാക്കാം. പിന്നെ ഇത് സ്ട്രോ അല്ല, ഇത് ഈ സാധനം. അതുകൊണ്ട് എനിക്ക് നല്ല സുഖമാണ് ബസ്സിനൊക്കെ വെള്ളം കുടിക്കാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് 550 ml 550 ml കുപ്പിയാണിത്. ഇവിടെ മെഷർമെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, നമ്മളെ മറ്റേ ട്രെൻഡിങ് കുപ്പി പോലത്തെ. ഇതും ഗ്രീൻ. ഇനി നമ്മൾ എന്തായാലും അടുത്ത ഗ്രീൻ കിച്ചണിലോട്ട് പോവാം. പിന്നെ ഇതുണ്ട് കഴിഞ്ഞ കൊല്ലത്താണ്. 3, 2, 1. ഇതുകൊണ്ട് കഴിഞ്ഞ കൊല്ലത്തെ കിച്ചനാണ് ഗായ്സ്. ഇത് യൂസ് ചെയ്തില്ല, ഫ്രഷ് സാധനമാണ്. ഇത് കുറച്ച് തുരുമ്പ്. ഇതിൻ്റെ ഒരു സ്വഭാവം വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും എനിക്ക് യൂസ് ചെയ്യാൻ തോന്നില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ കാണണം, യൂസ് ചെയ്താൽ കേടായി പോകുമല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം, അതാണ് എൻ്റെ ഒരു പ്രശ്നം. അങ്ങനെ പുഴത്തിൽ വെച്ചൊരു സാധനമാണ് ഇത്. പിന്നെ കാണാൻ രസം കൊണ്ട് മാത്രമല്ല, മിനീസോണ്ട് ഓർമ്മക്കായിട്ട് ഇട്ട് ഞങ്ങൾ ഊട്ടി പോയപ്പോൾ ആദ്യമായിട്ടായിരുന്നു മിനീസോയിൽ കയറി. ആകെ ഒരു വിലക്കുറവുള്ള സാധനം. മീനെന്നെ എത്ര 80-100 രൂപയുടെ അടുത്തുണ്ട് തന്നെ. അപ്പോൾ നമ്മളെന്തായാലും അത് വാങ്ങി. ഇതും ഒരു ഇഷ്ടപ്പച്ചാന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു കുറോമിയും കൊള്ള സാധനം. ഈ നടുത്തൊരു ബോൾ നല്ല രസം. അപ്പം അടുത്തത് നമ്മൾ എന്തെടുക്കും? പൊതിൻ്റെ കഴിഞ്ഞ കൊല്ലത്താണ്. കഴിഞ്ഞ കൊല്ലത്തല്ല, മദർസിക്ക് വാങ്ങിയ പൊതി. മദർസിലാകെ തൂക്കല്ലേ ഉള്ളൂ, നോട്ട് ഡസ്റ്റ്. അപ്പം അതിന് വാങ്ങിയാണ്. ഇതാ, ഞാൻ ഇങ്ങനത്തെ പൊതി യൂസ് ചെയ്യാറേ ഇല്ല. കഴിഞ്ഞ കൊല്ലം തൊട്ടാണ് ഇങ്ങനത്തെ പൊതി യൂസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും മറ്റേ പരസ്യമുള്ള ഇതുണ്ടാവില്ലേ, അതാണ് യൂസ് ചെയ്യും. അതാണ് ഇഷ്ടം. ഇതൊക്കെ ഒരു വെള്ളം തന്നെ വേഗം. അപ്പോൾ ചിലപ്പോൾ ഞാൻ അതിൻ്റെ പൊതി വാങ്ങും. നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഇതൊക്കെ പാക്ക് നമ്മുടെ എക്സാമിൻ്റെ സ്കൂൾ വർക്കിൻ്റെ തലേന്നൊക്കെ പാക്ക് ചെയ്യുമല്ലോ, അന്നൊക്കെ എന്തായാലും നിങ്ങൾക്ക് കാണാം ഈ പൊതിയാണോ മറ്റേ പൊതിയാണോ എന്ന്. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു പൊതിയാണ് കണ്ടോ യൂസ് ചെയ്ത്. അതാണ്. പിന്നെ നമ്മൾ ബുക്കൊക്കെ പൊതിഞ്ഞിട്ട് ഞാൻ എപ്പോഴും ബുക്കൊക്കെ പോയി ഞാൻ ഒരു സ്റ്റിക്കർ ഒട്ടിക്കലൊരു പതിവാണ്. അപ്പോൾ അതിന് സ്റ്റിക്കറിന് പകരം സ്റ്റിക്കറിനാണ്, ബട്ട് ഞാൻ കവായ് സ്റ്റിക്കർ അങ്ങനത്തെ സ്റ്റിക്കർ ഒട്ടിക്കാം. അതിന് ഒട്ടിക്കാൻ എനിക്കിതാ ഇങ്ങനത്തെ സ്റ്റിക്കറുണ്ട്. എൻ്റെ ഫോട്ടോ തന്നെ ചെയ്തൊരു സ്റ്റിക്കർ. ഇതിൻ്റെ പ്രോംപ്റ്റ് ഇന്ത്യയിൽ ഉണ്ടോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓർമ്മ ഉണ്ടെങ്കിൽ, നോട്ട് പോയിട്ട് ഓർമ്മ ഉണ്ടെങ്കിൽ. ഇങ്ങനത്തെ കുറേ ഉണ്ട് ഇട്ടാൽ ഉണ്ടോ. ഞാൻ ഈ ഒരു ജേണൽ സെറ്റ് നിന്ന് കിട്ടിയ ഒരു ലെക്കോട്ടിൻ്റെ അകത്താണ് ഇടുക. എങ്കലപ്പിൻ്റെ അകത്താണ്. ഇങ്ങനെ കുറേ ഇഷ്ടം പോലെ ഉണ്ട്.
2 കൊല്ലത്തൊക്കെ ഉള്ളുണ്ട്. ഓക്കെ, നമ്മൾ അത് സെറ്റായി. ഞാൻ എൻ്റെ 3 ഫോട്ടോസ് ഒന്നിൽ തന്നെ 12 എണ്ണം ഉണ്ടാവും. കുറേ ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ജേർണലൊക്കെ ചെയ്യാനേ. അതാണ് അടുത്ത നമ്മുടെ ഫയൽ. അടുത്തിൻ്റെ ഉള്ളിൽ സ്ലിപ്പ് ഉണ്ടാകുന്ന സ്ഥലത്ത് ഫയൽ എപ്പോഴും പുതിയതാണ്. കാരണം നമ്മുടെ ബാഗിൽ വെച്ച് ഞാനൊരു കുഞ്ഞി ബാഗ് വാങ്ങണമെന്ന് വിചാരിച്ച്. സംഭവം എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ബാഗിനെക്കാട്ട് വലിയ ബാഗാണ്. കാരണം കഴിഞ്ഞ കൊല്ലത്തെ ഫയൽ ഇതാണ് ഫയൽ, ക്ലിയർ ഫയൽ. നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ ഫയൽ ബാഗിൻ്റെ അകത്ത് കുറച്ച് എന്താ പറയുക, ഇങ്ങനെ അങ്ങോട്ട് നിൽക്കൂല, കുറച്ച് ഇങ്ങനെ ആയാൽ നിൽക്കുള്ളൂ. അന്നപ്പോൾ ഈ ബാഗിൻ്റെ അകത്ത് ഇത് ഇങ്ങനെ നിന്നിട്ട് എന്നിട്ടും ഇത്ര സ്പേസ് ഇനിയും ബാക്കിയാണ്. അപ്പോൾ കുറച്ചൊരു വലുപ്പം, പക്ഷെ കാണുമ്പോൾ അത്ര വലുപ്പം ഫീൽ ചെയ്യില്ല. മറ്റേനാണ് വലുപ്പം ഫീൽ ചെയ്യണം. അതാണ് ഇതിനുള്ളത്. പിന്നെ ഇത് ഫയലിന് തന്നെ കാണിച്ചാലോ. ഫയൽ ഞാൻ എന്ന് സ്കൂളിൽ കൊണ്ടുപോകണ്ടിരിക്കുന്ന സാധനമാണ്. എല്ലാവരും ചോദിച്ചു എന്തിനെന്ന് ഫയൽ കൊണ്ടുവരണം, എനിക്കെന്തോ കൊണ്ടുപോയില്ലൊരു എല്ലാത്തിനും ഇട്ടിങ്ങാറ്. രണ്ടാമത്തെ നമ്മുടെ നെയിം സ്ലിപ്പ്. എപ്പോഴും ഞാൻ നെയിം സ്ലിപ്പ് എന്തെങ്കിലുമൊക്കെ ഡിസൈനുകളോ എൻ്റെ ഫോട്ടോകളൊക്കെ ആയിരിക്കും എടുക്കുക. പക്ഷേ ഞാൻ ഇങ്ങനെ സിമ്പിൾ വേണമെന്നൊന്നും പോയി പറഞ്ഞിട്ട് അങ്ങനെ സിമ്പിൾ വേണമെന്ന് വിചാരിച്ച് പോയി എല്ലാവരും കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു എടുത്തു. ഫസ്റ്റ് സൈറ്റിലോ പോലെ കേട്ടോ. എന്നിട്ട് പിക്ചർ ഒന്നും ഇല്ലാത്ത ഉണ്ട്. നമ്മൾ ലേബലൊക്കെ ചെയ്യുന്ന പോലത്തെ 2 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഒന്നിൽ 16 എണ്ണം ഉണ്ട് അല്ലേ? ഒന്നിൽ 16 എണ്ണം വരുന്നുണ്ട്. നമുക്ക് മൊത്തം 32 എണ്ണം ഉണ്ട്. അത്രയൊന്നും ആവശ്യമല്ല. പിന്നെ സെക്കൻഡ് പാർട്ടിനൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ജോമെട്രി ബോക്സ്. ഇതിൻ്റെ കഴിഞ്ഞ കാലം നബിദിന പരിപാടി ഉണ്ടാവില്ല മദർസിൽ. അതിൽ ഞാൻ എന്താ കളറിങ്ങിന് എനിക്ക് ഫസ്റ്റ് കിട്ടി. അതിന് ഫസ്റ്റിന് എല്ലാവർക്കും ഇതാണ് സമ്മാനം, ഗിഫ്റ്റ്. ഇതാണ് ഗിഫ്റ്റ്. അപ്പം ഇത് നല്ല ഫ്രഷ് സാധനം കണ്ടോ, ഒന്നാക്കി. ഈ ഒരു പെന്നെയാണ് വെച്ചാൽ കണ്ടോ, ഫ്രഷ് സാധനം. ഇത് കണ്ട് ആരും പുതിയതാണെന്നേ പറയുന്നത്. കാരണം കഴിഞ്ഞ കൊല്ലം പകുതിക്കൊന്നും കിട്ടിയാണല്ലോ. ഓക്കെ, അപ്പം ഇവിടെ എൻ്റെ പേര് ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്പോഞ്ച് ഉണ്ടാവില്ലേ, ആ സ്പോഞ്ച് വരെ എപ്പോഴും. പിന്നെ ആ നബിദിനം കഴിഞ്ഞിട്ട് അങ്ങനെ ഇതിൻ്റെ യൂസ് അങ്ങനെ വന്നില്ല. വന്നാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് വന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളത്. പക്ഷെ ഫ്രണ്ടിലൊക്കെ കുറച്ച് ചതങ്ങൊക്കെ ഉണ്ട്. നോട്ട് അടുത്ത നമ്മുടെ സ്റ്റിക്കി നോട്ട്. ഇതും കഴിഞ്ഞല്ല. എൻ്റെ സ്റ്റിക്കി നോട്ട് ഇതുണ്ടോ 3 കളേഴ്സ് ഉണ്ടാവുക, പിങ്ക് ഗ്രീൻ യെല്ലോ. അതിൽ പിങ്ക് ഇനി പകുതി ബാക്കിയിട്ട് യൂസ് ചെയ്തൊന്നല്ല പറ്റി. എന്തിനും അങ്ങനെ കുറച്ച് ഇങ്ങനെ എടുക്കും. അത്രയും ബാക്കിയുണ്ട്. ഇത് അടുത്ത കൊല്ലം ആകുമ്പോഴത്തേന് പിങ്ക് തന്നെ തീരുമെന്ന് ഡൗട്ടാണ്. അങ്ങനെ ഒരു 5 കൊല്ലത്തൊക്കെ ഉള്ള ഉണ്ടാവും അത്. പിന്നെ ഇനിയാണ് നമ്മുടെ സ്റ്റേഷനറി സാധനങ്ങൾ ഒക്കെ. ഫസ്റ്റ് നമ്മൾ എന്ത് കാണിക്കണം, പെൻസിൽ കാണിക്കുക. 2 പെൻസിൽ വാങ്ങിയിട്ടുണ്ട്. 2 ഒന്നും ഞാൻ സ്കൂൾ കൊണ്ടുപോകില്ല. 2 അപ്സറൻ്റെ ഇറേസറുള്ള പെൻസിൽ. 2 ഞാൻ സ്കൂൾ കൊണ്ടുപോകില്ല, എന്നാലും നമ്മൾ സേഫ്റ്റിക്ക് 2 പിന്നെ എൻ്റെ ഫേവറേറ്റ് പെൻഡോണിക് 2 ഉണ്ട്. പെൻഡോണിക്കിൻ്റെ ഈ വേർഷൻ അല്ല എനിക്ക് ആക്ച്വലി ഇഷ്ടം. വേറൊന്നുണ്ട് മുകളിലൊരു വട്ടം പോലെ വരുന്നത്. ഞാൻ ബ്ലാക്ക് ആട്ടോ യൂസ് ചെയ്യുക. എല്ലാവരും ബ്ലൂ ആണ് എന്നോട് എപ്പോഴും ഈ ബ്ലാക്ക് അല്ലേ ഇങ്ങനെ ചോദിക്കും. പക്ഷെ എനിക്ക് ബ്ലാക്കോട്ട് എങ്കിലും സുഖം കിട്ടുകയാണ്. മാസ്മരിക പോലെ കേട്ടോ. ഇങ്ങനെ നല്ല കറക്കാം. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കറക്കാം. പെൻഡോണിക്കാണ് എൻ്റെ ഫേവറേറ്റ്. പെൻഡോണിക്കിൻ്റെ ഏത് ഞാൻ എടുക്കും. പിന്നെ ഇത് കഴിഞ്ഞ പൊതുപരീക്ഷയ്ക്ക് വാങ്ങിയത്. പൊതുപരീക്ഷ പുസ്തകം വേറെ പിന്നെ അന്നുകൊണ്ട് ബാക്കി അത് 2 എണ്ണം വാങ്ങിയത്. ഒന്നിപ്പോൾ യൂസ് ചെയ്യണമെന്ന് ഡ്രോയിങ് ഒന്ന്. ഞാൻ ഇപ്പോൾ സ്കൂൾക്ക് ഒരു ഇത് 3 എണ്ണേ ഉണ്ടാവുള്ളൂ. പിന്നെ സ്റ്റാപ്ലറിൻ്റെ പിന്നിൻ്റെ കുഞ്ഞ് സ്റ്റാപ്ലറാണ് ഇത്ര ഉള്ളത്. അതിൻ്റെ പിന്നെ ഷാർപ്നറും ഇറേസർ ഡോംസിൻ്റെ ഇറേസർ, അപ്സറിൻ്റെ ഷാർപ്നർ. അതൊക്കെ എൻ്റെ ഒരു പഴയുള്ളത് ചാരപ്പോ തരുന്നതൊക്കെയാണ്. സ്കെയില് പുതിയ വാങ്ങി. സ്കെയിലിൻ്റെ ഒരിക്കലും ഉണ്ടാവാത്ത സാധനമാണ്. പിന്നെ 2 ഹൈലൈറ്റർ. ഞാൻ ബ്ലൂവും പിങ്കുമാണ് വാങ്ങി. ഒരേ ബ്രാൻഡ് ക്യാമലിൻ്റെ ഹൈലൈറ്റർ ബ്ലൂ പിങ്ക്. എന്നാൽ ഒന്ന് എനിക്ക് മിസ് പറയുന്നതിന് ഇടാനും ഒന്ന് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നതിന് ഇടാനും. ഇത് ഏതിനിടുന്നോ എനിക്കറിയില്ല. നമുക്ക് നോക്കാം. ഇനി നമ്മുടെ സാധനം നമ്മുടെ എമർജൻസി കിറ്റ്. ഇത് പൗച്ചിന് ഒരു വേറെ എന്തോ ഒരു പൗച്ച് എടുത്തതാണ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരു ബണ്ണുണ്ട്, അവിടെ മുടിയൊക്കെ കഴിഞ്ഞ് പോയാൽ കിട്ടാനല്ലോ. പിന്നെ ഒരു ക്ലിപ്പുണ്ട്, ഒരു കിനി ക്രാബ് ഉണ്ട്, ഒരു ലിപ് ബാം ഉണ്ട്, ബാസ്ലിൻ ഉണ്ട്, ഒരു ടിക് ഉണ്ട്, ഒരു കണ്ണാടി ഉണ്ട്, കുഞ്ഞിച്ചീർപ്പുണ്ട്, പേപ്പർ സോപ്പ് ഞാൻ കുറേ കൊണ്ടുപോകാണ്ടിരിക്കാൻ ഈ ഒരു കവറിൽ ഇട്ടിട്ട്. പിന്നെ 2 ഇമ്പോർട്ടൻ്റ് സാധനം ജലദോഷത്തിൻ്റെ ഗുളികയുണ്ട്. പിന്നെന്താകും ഒരു പേപ്പർ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ തോന്നും. അതുമാണുള്ളത്. ഫേസൊക്കെ ഒന്ന് എടുത്തൊക്കെ അല്ലെങ്കിൽ പിന്നെ പ്രാന്തിരിക്കും. നമുക്ക് ഇപ്പോഴേ എടുത്തൊക്കെ. ഇതാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് എല്ലാം ഞാൻ കൊണ്ടുപോകില്ല. ചിലതൊക്കെ പകുതിയാകുമ്പോഴത്തേനും ഇത്ര സാധനങ്ങളെല്ലാം കുറയുന്നു. അല്ല, ഞാൻ എടുത്തിട്ട് മതിയാവില്ല. ഓക്കെ, അപ്പം ഇതിൻ്റെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നോക്കാം. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ. ഞാനൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്ടൊക്കെ കാണിച്ചു തരാം. വേണ്ടല്ലോ, എല്ലാവർക്കും കണ്ടില്ല. വീഡിയോക്ക് ഭയങ്കര ലെങ്തായി. അതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്.
അപ്പം ഇതൊരു വീഡിയോ അല്ല, ഒരു വൈബാണ്. അപ്പം ശരി. ഗൈസ്, ഈ വീഡിയോയിൽ ഞാൻ ലഞ്ച് ബോക്സ് കാണിച്ചിട്ടില്ല, കുട കാണിച്ചിട്ടില്ല, അങ്ങനെ വേണ്ടി കുറച്ച് സാധനങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. കാരണം ഞാൻ അതൊക്കെ ഇന്ത്യയിലുള്ളത് തന്നെ യൂസ് ചെയ്യും. ലഞ്ച് ബോക്സ് ഒക്കെ പിന്നെ അടുക്കളയിൽ എടവും എടുത്തുവെച്ചതാണ്, ഏടാന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ്. പിന്നെ കുട എന്നോട് ആക്ച്വലി മറന്നേ പോയി. കുട എൻ്റെ കാര്യമൊക്കെ ഓർമ്മയില്ല. ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. കുട ഞാൻ വാങ്ങില്ല, കാരണം കുട ഞാൻ തീരെ യൂസ് ചെയ്യാത്തൊരു സാധനമാണ്. എനിക്കങ്ങനെ അങ്ങനെ മഴയത്ത് ഇങ്ങനെ കുട ചൂടുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത സാധനമാണ്. ഞാൻ മഴയത്ത് കുട ചൂടും, അത്രയും അടിച്ച മഴയത്തെ കുട ചൂടുള്ളൂ. അല്ലാണ്ട് നന്നായിട്ട് പോകും. സ്കൂളിൽ നിന്ന് പിന്നെ ബസ്സിൻ്റെ അടുത്തൊക്കെ ഓടുക ചെയ്യുക. പിന്നെ സ്കൂൾ വിട്ട് പോരേക്ക് ഒരു വലിയ കയറ്റുണ്ട്, അതിനാ പിന്നെ കുട എടുക്കുക. അപ്പോൾ അങ്ങനെ എനിക്ക് കുടേൻ്റെ ആവശ്യം വരില്ല. അതുകൊണ്ട് എൻ്റെ ഒരു കുഞ്ഞി കുട ഉണ്ട്. അതിൻ്റെ പേരെന്താ, നാനോ എന്നിട്ടാ, പോപ്പി ബ്രാൻഡിൻ്റെ ആ കുട. അത് നമുക്ക് പോക്കറ്റിൽ ഇടാൻ പറ്റിയ സൈസാണ്. എന്ന് വെച്ചാൽ കുഞ്ഞി പോക്കറ്റൊന്നുമല്ല, അത്യാവശ്യം കുഴപ്പമില്ല, ഒരു മീഡിയം സൈസ് പോക്കറ്റിലൊക്കെ ഇടാൻ പറ്റിയ കുട. അത് നല്ല ചെറിയ, അതിന് വെയിറ്റും ഇല്ല. അപ്പം ഞാൻ എൻ്റെ ബാഗിൻ്റെ ഇത് കാണിച്ചില്ല, കുപ്പി വെക്കുന്ന സ്ഥലം, അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് തികയും. അത് പിന്നെ ഞാൻ വേറെ കുടയൊന്നും വാങ്ങിയില്ല. ഞാനപ്പോൾ എനിക്ക് ഓർമ്മയുള്ള സാധനങ്ങളൊക്കെയാണ് കാണിച്ചത്. പിന്നെ ഞാൻ കളർ വാങ്ങിയില്ല, ഞാൻ വാങ്ങണം വിചാരിച്ച സാധനം ഞാൻ മറന്നുപോയി. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു ഒന്നല്ലേ എൻ്റെ ഇവിടുത്തെ കളറിട്ട് ഞാൻ പാക്ക് ചെയ്യും. എൻ്റെ ഇവിടെ കുറേ കളറുണ്ട്, അതൊക്കെ ഏതൊരു പെട്ടിയിലിടും, അല്ലെങ്കിൽ വേറെ വാങ്ങും. അപ്പം അതാണ് സംഭവം. നിങ്ങൾ വിചാരിക്കേണ്ട അതെന്ത് ഇത്ര സാധനങ്ങൾ മാത്രം കാണിച്ച് വേറെ സാധനങ്ങളൊന്നും കാണിച്ചില്ല, മറന്നു പോയിട്ടാണ്. ഓക്കെ, ശരി, ബൈ.